അപ്പം കാണും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഉമ്മ നെയ്യപ്പം ചുട്ടു വച്ചിട്ടുണ്ട്. വാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മ, പടച്ചോൻ എല്ലായിടത്തും എത്താൻ പറ്റാത്തതുകൊണ്ടാ ഉമ്മമാരെ സൃഷ്ടിച്ചതെന്ന് ആരോ പറഞ്ഞ കേട്ടു. എന്നിട്ട് എന്തുമ്മ ആ ഗംഗ ചേച്ചി ഇങ്ങനെ കുട്ടികളെ കാണുമ്പോ കടിച്ചു കീറാൻ വരുന്ന പുലികളെ പോലെ? എപ്പോഴും വെറുപ്പും ശൗര്യ മുഖത്ത്, ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. ആ ചേച്ചിയെ കാണാൻ എന്ത് രസമാ. ആ കരിമ്പുലിക്ക് ആരാ കല്യാണം കഴിച്ചു കൊടുത്തത്? താളം തെറ്റിയ കുടുംബാ മക്കളെ അവളുടേത്. ഉപ്പാന്റെ ചവിട്ടും ചീത്ത പറച്ചിലും കേട്ടിട്ട് ഉമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ? തല്ലുന്നതിന് പകരം ഞങ്ങൾ തലോടിയില്ലേ? പാട്ടുപാടിയും കഥകൾ പറഞ്ഞും പറയിപ്പിച്ചും ഞങ്ങൾക്ക് ആശ്വാസം തന്നില്ലേ? നമുക്ക് 4 പേർക്കും ഒരു നേരെങ്കിലും പിരിഞ്ഞിരിക്കാൻ പറ്റും ഉമ്മ? ഇല്ല മോനെ, ചന്ദ്രനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. ചന്ദ്രൻ വരുമ്പോ മോൻ ഈ ഖുർആൻ അവന് കൊടുക്കണം. കള്ളും കുടിച്ച് കഞ്ചാവ് വലിച്ച് കൂത്താടിയ കാട്ടറബികൾ ലോകത്തിന് തന്നെ മാതൃകാ പുരുഷന്മാരായത് ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച നമുക്ക് ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ മങ്ങളെ, എങ്ങോട്ടാ? ഓളുമ്പോഴുള്ള എങ്ങോട്ടാ പോയേ? എല്ലാരും തൂങ്ങിച്ചെത്ത നോക്കാനാ വന്നത്? പോയിക്കോ, ഇനി ഈ പടി കയറണ്ട. ഓളെ മക്കളെ ഞാൻ നോക്കിക്കോളും. ജീവിച്ചിരിക്കുമ്പോ ഒന്നുകിൽ അവനവന് ഗുണം വേണം, അല്ലെങ്കിൽ കുടുംബക്കാർക്ക്, അതുമല്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും ഗുണം വേണം. ആർക്കും ഗുണമില്ലാതെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? പോയി ചത്തൂടെ? ഓരോ ജന്മങ്ങള്. ടീച്ചറോ? ഇത് മോൻ തന്നെ. ഇതൊന്നും വേണ്ടായിരുന്നു. മോന് പഠിത്തം വരുന്നുണ്ടോ? ഓ, അടുത്ത മാസം വരുന്നുണ്ട്. എന്തിനാ ടീച്ചറെ ഞങ്ങളെ സ്നേഹം കൊണ്ട് ബോർ പൂട്ടിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ വിധിയില്ലേ, അതുപോലെ നടക്കൂ. ഇപ്പൊ എത്ര ഡീസന്റാ, വൈകുന്നേരം ആയാലോ. ആ അല്ല ടീച്ചറെ, എന്താ ഈ സമയത്ത് ഇപ്പോ? ഞാൻ ടൂറ് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞ് വരൂ. എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി വരട്ടെ. മോനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുമായിട്ട് നാളെ രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ പറയണം. വേണം, എല്ലാം ഒന്ന് കറങ്ങി വരട്ടെ. എന്നാ ശരി, ഞാൻ പണിക്ക് പോയിട്ട് ടീച്ചർ കയറിയിരിക്കും. ഓ ശരി. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിന വാനം ഇന്നിതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട ചെറുപൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നു.
വീട്ടിലാണെൻ്റെ വിദ്യാലയം. ഒരു പ്രത്യേക അറിയിപ്പ്. അടുത്ത ഒരു മോണോ ആക്ടിന് ശേഷം നടക്കേണ്ട സാംസ്കാരിക സമ്മേളനം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് വിദ്യാഭ്യാസം, എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം എന്ന് നിശബ്ദമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥിയായ ദാക്ഷായണി ടീച്ചറിന് പങ്കെടുക്കാൻ പറ്റാത്ത വിവരം പെട്ടെന്ന് ലഭിച്ചതിനെ തുടർന്നാണ് സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നത്. അന്തിവരെ പൊരിവെയിലത്ത് പണിയെടുത്തു വരുന്ന ഒരാൾ. മേലോട്ട് നോക്കിയാൽ ഭൂമി, താഴോട്ട് നോക്കിയാൽ ആകാശം. എടി ഗംഗ, ഗംഗ തുറക്കാനല്ലേ പറഞ്ഞത്? ആഹാ, നീ തുറക്കൂലല്ലേ? നീ തുറക്കുന്ന ഞാൻ ചവിട്ടി പൊളിക്കണോ? നട്ട പാതിരക്ക് കയറി വന്നിരിക്ക. പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. കയറി വരാൻ കണ്ടൊരു സമയം. എടി ഗംഗ, നിനക്കറിയോ എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എന്നടുത്ത് വിളിച്ച് എന്താ പറഞ്ഞെന്നോ? മോനെ ചന്ദ്ര, എന്റെ കണ്ണടഞ്ഞാൽ നീ കുടിവിട്ട് എങ്ങോട്ടും പോകരുത്. എന്റെ അച്ഛന്റെ വാക്ക് ഇല്ല. എന്റെ അച്ഛന്റെ വാക്കിനിക്ക് ദൈവത്തിന്റെ വാക്ക. ദൈവത്തിന്റെ വാക്ക് ഞാൻ കുടി വിടൂല. കുടിക്കും അവസാനത്തെ ശ്വാസം വരെ. കുടിച്ച് കൂത്താടും. ഷാമ്പു ഒക്കെ തേച്ചിട്ട് മുടി ആകെ പോയല്ലോടി. നല്ല ചെമ്പരത്തിന്റെ ഇലട്ട് താളെങ്ങ് തേക്കരുത് എനിക്ക്. ഇത് അപ്പുറത്തെ വാസുവിന്റെ മോളാ. നമ്മുടെ ലിങ്കൻ എവിടെ? സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോ എന്നെ നാട്ടുകാരല്ല ലിങ്കന്നാ വിളിക്കുന്നത്. മോളെ വാ. മൂത്ത, ഞങ്ങൾ തോട്ടിൽ മീൻ പിടിക്കാൻ പോട്ടെ, വേഗം വരാം. എങ്ങോട്ടും പോകണ്ട, അപ്പുറത്ത് പോയി കളിച്ചേ. അപ്പുറത്തേക്ക് ചെല്ല്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പെങ്ങളെ, സങ്കടം കൊണ്ട് പറയാ, നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. ഇന്നലെ എന്റെ സ്കൂളിൽ ഒരു മോണാക്ട് ഉണ്ടായിരുന്നു. ഹോ, സഹിക്കന്നെ. അവനിപ്പം ദാക്ഷായണി ടീച്ചറായിട്ട് നല്ല ബന്ധമെന്ന് കേട്ടു. ടീച്ചർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. ടീച്ചർ കുട്ടികൾക്ക് ഓവർ ഫ്രീഡം കൊടുക്കുന്നതാ. അത് അവൻ മിസ്യൂസ് ചെയ്താൽ തീർന്നു. ഇപ്പൊ തന്നെ നാട്ടിലാകെ പാട്ടാ. ചന്ദ്രനോടുള്ളതും വെറ്റുപെറുക്കി എങ്ങോട്ടെങ്കിലും പോകാൻ പറയും. 10 സെന്റ് നിന്റെ പേരിലുണ്ടല്ലോ. ഇതാ കുട്ടിയെ കൊടുത്തേക്ക്. അവനിപ്പോ വലിയ ഉഷാറാ, എല്ലാ കാര്യത്തിലും മിടുക്കനാ. പുള്ളി വായിച്ചോട്ടെ, നീ ഒന്നും എതിര് പറയണ്ട. പുതിയ ജന്മത്തിനുള്ള പേറ്റുന്നോളാ ഇപ്പൊ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിവേകാനന്ദ സാഹിത്യ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഒരു മൃതസഞ്ജീവനി എന്നാ നെഹ്റു ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ പോട്ടെ.
ജീവിതത്തിന്റെ താളവും പ്രപഞ്ചത്തിന്റെ താളവും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കപ്പുറമുള്ള പ്രക്രിയയാണ്. ഇപ്പം അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പുസ്തകവും വിറ്റ് ചുറ്റിക്കറങ്ങുന്നത് പണം ഉണ്ടാക്കാനൊന്നുമല്ല, ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാനാണ്. ചില കാര്യത്തിൽ നമ്മൾ മൃഗങ്ങളെ പോലെയല്ലല്ലോ. ഒരുതരം ഒറ്റപ്പെടൽ, ഒരു തൃഷ്ണ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം പ്രവാസി ബോധം, ഇതൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ടാവും. ആധ്യാത്മികതയുടെ നിർഗമ സ്ഥാനാണത്. അവൻ തിരിച്ചു വരും. മോനെ ബ്രഹ്മിയുണ്ടോ? ഉണ്ടല്ലോ. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാ. എന്നാ ചോദിക്കേണ്ട ബ്രഹ്മിന്നല്ല, ബാക്കാപ്പ മോണീരെ പെന്നൻ. അതാണ് അതിന്റെ ശാസ്ത്രനാമം. ആധുനിക ശാസ്ത്രം ഇന്നേ വരെ കൈവയ്ക്കാത്ത ബുദ്ധി വികാസമാണ് അതുകൊണ്ട് സംഭവിക്കുക. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതൊന്നും ചോദിക്കണ്ട. ദാ വരുന്നു. മോനെ വടക്കത്തിൽ വാങ്ങിക്കാം. ജ്ഞാന സമ്പാദനത്തിന് താല്പര്യമില്ലാത്ത ഒരുവന്റെ ജീവിതം നിരർത്ഥകമാണ്. മരണമാണ് ഇത്തരത്തിലുള്ള ജീവിതത്തെക്കാൾ ഭേദം. ജ്ഞാനമില്ലാത്ത ഒരുവന്റെ ജീവിതം അവിവേകത്തിലും അവിദ്യയിലും വേരൂന്നി നിൽക്കുന്നു. ആളൊഴിഞ്ഞ വീട് പോലെയോ ജീവനില്ലാത്ത ശരീരം പോലെയോ അത് നിഷ്പ്രയോജനമാണ്. അന്ധനായി ജനിച്ച ഒരുവൻ പകലും രാത്രിയും അറിയാത്തതുപോലെ സംശയഗ്രസ്തനായ ഒരുവൻ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അവന് എല്ലാം നഷ്ടപ്പെടുന്നു. നഷ്ടം തന്നെയാടോ. ചന്ദ്രൻ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. 3-4 കൊല്ലം കറങ്ങി തിരിഞ്ഞു വന്നപ്പം നീ അവന്റെ മുഖം കണ്ടിട്ടുണ്ടോ? എന്തൊരു നിശ്ചയദാർഢ്യം, എന്തൊരു വിനയം, എന്തൊരു ഊർജ്ജസ്വലത. എന്താ വേണു? സന്തോഷം കൊണ്ടാ. കപടലോകത്ത് ഒരു ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന് ഏതോ ഒരു കവി പറഞ്ഞത് ഓനെക്കുറിച്ചാ. വേണു, എനിക്ക് സന്തോഷമുണ്ടോ. നീ നോക്കിക്കോ, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരട്ടെ. ടീച്ചറെയും അവന്റെയും വീട്ടില് പത്രക്കാർ ഓടിയെത്തും. സാറേ, ഞങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹ. നിങ്ങൾ വന്നതിന്റെ പിറ്റേന്ന് പുറത്താക്കി ആ കുട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ ചന്ദ്രനും ഞാനും ഒരുപാട് കാലം ഒന്നിച്ചു പഠിച്ചവരാ. ഓൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാ. ഒക്കെ ഭാഗ്യ സാറേ. നമ്മളെക്കാൾ കഴിവുള്ളവര് ഒരു നയാ പൈസക്ക് ഭാഗ്യയില്ല തെരാപാര നടക്കുന്നുണ്ട്. എന്നാൽ എത്രയോ കുട്ടികൾ എത്ര ഉയരത്തിലെത്തിയിട്ടുണ്ട്. സാറ് വന്നു പറഞ്ഞില്ലല്ലോ. ആ ഗംഗന്റെ ആങ്ങളെ വിജയനുണ്ടല്ലോ, ആ ചന്ദ്രന്റെ 10 സെന്റ് സ്ഥലം അടിച്ചു മാറ്റല ഓന്റെ ഉദ്ദേശം. നിങ്ങളൊരു കാര്യം ചെയ്യും, ചന്ദ്രന് ഞാൻ കൊടുക്കാ 10 സെന്റ് സ്ഥലം. എനിക്കവിടെ 2.5 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ. ഈ ഭൂമി ഇങ്ങനെയൊക്കെ നിന്നു പോകുന്നത് സാറും ദാക്ഷാ ടീച്ചർ പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇത് എന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണേനെ. ഞാനൊരു കാര്യം ചെയ്യാം, ചന്ദ്രനൊരു ചോദിച്ചിട്ട് വൈകുന്നേരം പറയാം. എന്നാല് ഞാൻ പോട്ടെ. ശരി. ഒന്ന് നിന്നേ. ആ ചന്ദ്രന്റെ കുടുംബമൊക്കെ അമ്പലത്തിൽ വരാറുണ്ടെന്ന് കേട്ടു. അടിമുടി മാറിയിട്ടുണ്ടെന്നും കേട്ടല്ലോ. സത്യം, ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് അവരെ കാണാറുണ്ട്. പക്ഷെ ഒരു വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അച്ഛൻ നമ്പൂതിരി പറഞ്ഞു കേൾക്കാറുള്ളത്. എന്താ അങ്ങനെ ഒരു തോന്നല്? നാട്ടുകാര് അച്ഛൻ നമ്പൂതിരിക്ക് കൊടുക്കാറുള്ള ബഹുമാനമൊന്നും ഓരോ ഭാഗത്തു നിന്ന് അച്ഛന് കിട്ടാറില്ല. എന്തൊക്കെയോ വായിച്ചു കൂട്ടി നന്നായനല്ലേ. പുള്ളിപ്പോ മാപ്പിളാരേറ്റും നസ്രാണിമാരേറ്റും ഒക്കെ നല്ല അടുപ്പാ. ഓ, ആ കുടുംബത്തിന് പകരം വെക്കാൻ മറ്റൊരു കുടുംബം ഈ ഗ്രാമത്തിലില്ല. 3-4 കൊല്ലം